ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് CSWC അല്ലെങ്കിൽ ഫാദില ഫലീല എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ ഓഫീസൊക്കെ പോയ കഥയാണ്. അവിടേക്ക് പോകുന്ന പോക്കാണ് ഏകദേശം രാവിലെ ഒരു 9:45-10 മണി. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പഠിക്കൽ ബ്രസീലിൻ്റെ വലിയൊരു ഫ്ലക്സൊക്കെ തൂക്കിയിരിക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചേളാരിക്ക് തിരിഞ്ഞ് മേലെ ചേളാരിലുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഓഫീസിലേക്ക് എത്തി. അവിടെയാണല്ലോ നമ്മുടെ ഫാദില ഫലീലൻ്റെ ഓഫീസുള്ളത്. അപ്പം പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ വിളിക്കുക, അവർക്ക് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക, അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള കോളേജുകളൊക്കെ സജസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളെ പരിപാടി. അങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അതിൽ നമ്മളെ ആഡിന് അറിഞ്ഞ് റെസ്പോണ്ട് ചെയ്തവരുമുണ്ട്, ആഡിന് റെസ്പോണ്ട് ചെയ്ത വിവരം തന്നെ അറിയാത്തവരുമുണ്ട്. എന്തിന് ബർക്കത്തിന് 1-2 ബംഗാളി പൗരന്മാർ വരെ നമ്മളെ ആഡിന് റെസ്പോണ്ട് ചെയ്തതാണ്. അങ്ങനെ ഓരോരുത്തർക്ക് വിളിച്ച് ഏകദേശം 1 മണിയായി. അപ്പോഴത്തിന് തന്നെ വിശപ്പ് കിടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പം കാണുന്നത് സിദ്ദീഖുദവിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി തട്ടുന്ന ചലിക്കുന്ന ചിത്രങ്ങളായിരിക്കും. ആ കലാപരിപാടിയും തീർത്ത് നിസ്കാരവും കഴിഞ്ഞ് വീണ്ടും വർക്കിന് കയറി. ലോകകപ്പ് കളിക്കാനേ ഖത്തറിന്റെ ടീമിൽ മലയാളി പിന്നെ അങ്ങോട്ട് ഫുള്ള് വർക്ക് ചെയ്യുന്നു കേട്ടോ. പിന്നെ കൂട്ടത്തിൽ പറയാനുള്ളത്, നിങ്ങൾ 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞവരാണെങ്കിൽ ഒരു ഇസ്ലാമിക് കൾച്ചറിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫാദില നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. വന്ന് പോകാൻ പറ്റിയ കോളേജുകളും താമസിച്ച് പഠിക്കാൻ പറ്റിയ കോളേജുകളും ഉണ്ട്. +1 +2 സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് അടക്കമുള്ള ഗ്രൂപ്പുകൾ നൽകുന്ന സ്ഥാപനങ്ങളും അതുപോലെ ഡിഗ്രിക്ക് പല കോഴ്സുകളും നൽകുന്ന സ്ഥാപനങ്ങളും ഫാദിലക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ വർക്കൊക്കെ തീർത്തിറങ്ങി. ഇനി നമുക്ക് ഫാദിലയുടെ പവർ എന്താണ്, ഈ സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ എന്താണ് പറയുന്നത് എന്ന്, ഫാദിലയുടെ പവർ എന്താണെന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ കണ്ടുനോക്കാം. അപ്പോൾ സലാം.